ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്തിനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ലുക്ക് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ, ഒരു കുർത്തി ലുക്ക്. സോ ലെറ്റ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇതാണ് നമ്മളിന്ന് പെയർ ചെയ്ത് വെച്ചുള്ള കുർത്തി. ആൻഡ് ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് കുർത്തിയാണ് കേട്ടോ. ഞാൻ യൂഷ്വലി വർക്കിന് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന കുർത്തിയാണ്. ഫസ്റ്റ് ആസ് യൂഷ്വൽ മോയ്സ്ചറൈസറാണ്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് മോയ്സ്ചറൈസർ എന്ന് പറയട്ടോ. ഒരു പാസ്റ്റ് 3 to 4 years ആയിട്ട് ഞാനിതെന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതൊരു കംഫർട്ട് സോൺ പോലെ കേട്ടോ. എനിക്കിതിൽ നിന്ന് അങ്ങോട്ട് പുറത്ത് കിടക്കാനായിട്ട് പറ്റുന്നില്ല. ആൻഡ് ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് വന്നിട്ടുണ്ട്, ഒക്കെ യൂസ് ചെയ്യണമെന്നും ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഇതിൽ നിന്ന് അങ്ങോട്ട് എനിക്ക് പുറത്തേക്ക് വരാനായിട്ട് ആവുന്നില്ല. ദെൻ സൺസ്ക്രീന്, അക്ലോജിക്കേൻ്റെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നല്ലൊരു സൺസ്ക്രീനാണ്. ഇതും ഞാനൊരു പാസ്റ്റ് 1 year ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നിങ്ങൾക്ക് തരും. ഇത് എനിക്കങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് യൂസ് ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ. നമ്മൾ വേറൊരു മേക്കപ്പ് പ്രൊഡക്റ്റായിട്ട് അങ്ങനെ യൂസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. തോന്നായിട്ടാണോ അതോ എനിക്ക് എൻ്റെ ഫൗണ്ടേഷനും കൺസീലറും കോണ്ടൂറും ഇതൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇതുവരെ എൻ്റെ സ്കിന്നിന് മാച്ചായിട്ടുള്ളത് ഏതാണെന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. ആൻഡ് അത് യൂസ് ചെയ്യാനുള്ളൊരു ടെൻഷനും ഉണ്ട്. സ്കിന്നിൽ എന്തെങ്കിലും റഷസോ ഈ പിമ്പിൾസൊക്കെ വരുമെന്ന് എനിക്ക് പേടിയുണ്ട്. കാരണം എൻ്റെ ഫേസ് കുറച്ച് സെൻസിറ്റീവാണ്. അപ്പോൾ റിസ്ക് എടുക്കാൻ കുറച്ച് പേടിയാണ്, അങ്ങനെ തന്നെ പറയാം. സോ ഈ സൺസ്ക്രീൻ എനിക്ക് പറ്റിയൊരു സൺസ്ക്രീനാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് മോസ്റ്റ്ലി എല്ലാവരും സ്കിന്നിനും പറ്റുന്ന ഒരു സൺസ്ക്രീനാണ്. എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത്രേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ കാര്യമായിട്ട്. പിന്നെ ഈ ഒരു ലിപ് ലൈനറാണ് ഞാൻ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്നത്. മാസിൻ്റെ 4 സ്കാൻഡലസ് ബ്രൗൺ ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ദെൻ കുറച്ചൊന്ന് ഐബ്രോസ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഞാൻ വരയ്ക്കുന്നില്ല, ജസ്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു തിക്നെസ് തോന്നിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഐബ്രോസ് വരയ്ക്കുന്നത് കേട്ടോ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇത്രയും മതി, അധികം ആർഭാടൊന്നും വേണ്ട. ഓക്കെ, ലാക്മേയുടെ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എനിക്കങ്ങനെ അധികം കട്ടിയിൽ ഐലൈനർ എഴുതുന്നത് പൊതുവേ ഇഷ്ടമല്ല. ബിക്കോസ് എൻ്റെ കണ്ണ് കുറച്ച് വലിയ കണ്ണാണ് കേട്ടോ. അപ്പം അത്യാവശ്യം അത് എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പം അധികം എഴുതി ബോറാക്കണ്ടെന്നുള്ളതുകൊണ്ട് ഞാനൊരു മിനിമലായിട്ടാണ് എഴുതാറുള്ളത്. ആൻഡ് ഇതൊരു കുർത്തി ആയതുകൊണ്ട് നമുക്കിത് താഴെ കൂടി ഒന്ന് ഫില്ല് ചെയ്യാം. ഇത് പ്ലമ്മിൻ്റെ ഒരു കാജലാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഞാൻ അടിയിൽ അങ്ങനെ അധികം ഞാൻ താഴെ എഴുതാറില്ല. പക്ഷേ ഇത് കുർത്തി ആയതുകൊണ്ട് കുറച്ച് ഭംഗി ഇടുന്നോട്ടെ അല്ലേ, കണ്ണൊക്കെ ഒന്ന് ഹൈലൈറ്റ് ആയി കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. അധികമില്ല, ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി നമ്മളെ എൻ്റെ ഫേവറേറ്റ് ഒരു ലിപ്സ്റ്റിക്, മെയ്ഡ് ഈസി 11 മേബ്ലിൻ ന്യൂയോർക്ക് സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണിത്. സോ ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ്സിലൊന്നാണ്. ഇനി നമുക്കൊരു പൊട്ടും കൂടി ആവാം അല്ലേ. അപ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് വരുന്നത്. ഞാൻ ഐലൈനറോട് തന്നെയാണ് കേട്ടോ പൊട്ട് കുത്താറുള്ളത്. ലാസ്റ്റ് നമുക്കൊരു ഹൂപ്സ് ഇടാം. കുർത്തി ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ജുംക്കി യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റിക്ക് ഹൂപ്സ് കിടക്കട്ടെ എന്ന്. ഇതൊരു ഗോൾഡൻ ഹൂപ്സാണ്, റാൻഡംലി മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ ഒരു ക്ലാസ് ലുക്കുമാണ്. നെക്സ്റ്റ് ഒരു വാച്ചാണ് യൂസ് ചെയ്യാറുള്ളത് മോസ്റ്റ്ലി. എനിക്ക് ചങ്ങലുള്ള വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു സിൽവർ വണ്ടിയിലുണ്ട്, ഫാസ്റ്റ് ട്രാക്കിൻ്റെയാണ്. ഞാനൊരു ഫാസ്റ്റ് ട്രാക്ക് ഫാനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കൂടെ ആയപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് അത്രേ ഉള്ളൂ ഗൈസ്. എൻ്റെ ഹെയർ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യാറില്ല. അതാണ് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചെയ്യാറും ഉണ്ട്. അത് ചീപ്പ് യൂസ് ചെയ്യാറില്ല. അത് നാച്ചുറലി കേളി ഹെയറാണ് എൻ്റെ ഹെയർ. അപ്പോൾ അത് ഒന്നും ചെയ്യാതെ തന്നെയാണ് ഭംഗി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയ സ്റ്റൈലിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല.
സോ ഹൗ ടു സ്റ്റൈൽ കേളി ഹെയർ എന്ന് വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം. കേളി ഹെയർ ഗേൾസ് ഉണ്ടെങ്കിൽ, സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, വലിയ ഹെയർ സ്റ്റൈൽസ് ഒന്നും എനിക്കറിയില്ല, ചെറുതായിട്ട് ഞാൻ യൂഷ്വലി വർക്കിന് പോകുമ്പോൾ ചെയ്യുന്ന കുറച്ച് ഹെയർ സ്റ്റൈൽസ് വേണമെങ്കിൽ കാണിച്ചു തരാം. ബട്ട് യൂഷ്വലി ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് ഇങ്ങനെയാണ് ഹെയർ ഇടാറുള്ളത്, ഒന്നും ചെയ്യാറില്ല. ജസ്റ്റ് ഒന്ന് അഴിച്ചിടും, അത്രയേ ഉള്ളൂ. ആൻഡ് നമ്മളെ ഫൈനൽ ലുക്ക് കഴിഞ്ഞു.